ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് 4ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളമാണ്. മലയാളത്തിലെ നമ്മുടെ 4ാമത്തെ യൂണിറ്റാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ഓൾറെഡി നമ്മൾ കളിമാറാപ്പ് എന്നുള്ള നമ്മളെ ഒരു കവിതയും അതുപോലെ തന്നെ കാട്ടിലെ കായ്കോത്സവം എന്നുള്ള പാഠത്തിൻ്റെ ക്ലാസ്സൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും ക്ലാസ് കാണാൻ പ്ലേലിസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതി. പ്ലേലിസ്റ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ 4ാമത്തെ യൂണിറ്റിൻ്റെ അവസാനത്തെ പാഠമായ ഒളിമ്പിക്സ് പരിശീലനം എന്ന പാഠമാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോയാലോ? അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമ്മളൊരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. നമ്മുടെ 4ാമത്തെ യൂണിറ്റിലെ അവസാനത്തെ പാഠം ഒളിമ്പിക്സ് പരിശീലനം. ഒരു കഥയാണ് കേട്ടോ ഇത്. അപ്പോൾ അത് നമുക്ക് എന്താണ് കഥയുടെ ഇൻട്രൊഡക്ഷൻ വായിക്കാം. വീടിന്റെ പാട്ടും ചുവടും ചിരിയും തെളിഞ്ഞു കാണാം ഈ കഥയിൽ. എന്താണ് നമ്മൾ കഥയുടെ പേരെന്താണ്? ഒളിമ്പിക്സ് പരിശീലനം. ഓക്കെ, ഇപ്പൊ ചിത്രത്തിൽ കാണുന്നത് ഒരു മുത്തശ്ശിയും ഒരു കുട്ടിയാണ് അല്ലേ? രണ്ടുപേരും കൂടി ഇരുന്ന് എന്തൊക്കെയോ വർത്തമാനം പറയാണ്. അപ്പൊ നമുക്ക് ആദ്യം ചെയ്യാൻ പാടൊരു തവണ വായിച്ചു നോക്കാം. രാവിലത്തെ തിരക്കുകൾ കഴിഞ്ഞ് അമ്മമ്മയും ദിയയും മാത്രമാവുന്ന സമയം അവളുടെ എല്ലാ കാര്യത്തിനും കൂട്ടിനായി അമ്മമ്മയെ വിളിച്ചുകൊണ്ടിരിക്കും. ചിത്രം വരയ്ക്കാനും ചോറും കറിയും വെച്ചു കളിക്കാനും എല്ലാം. അമ്മമ്മയ്ക്കാണെങ്കിൽ ഒരാളും ശല്യപ്പെടുത്താനില്ലാതെ കുറച്ചു നേരമെങ്കിലും ടിവിയിൽ ഒളിമ്പിക്സ് ഇനങ്ങൾ കാണണമെന്ന കലശമായ മോഹവും. ഒളിമ്പിക്സ് മത്സരങ്ങൾ നടക്കുന്ന ദിവസങ്ങളായിരുന്നു അത്. ഒരുവിധം കൂടെ ഇരുന്ന് കാണാൻ അവളെയും പ്രേരിപ്പിച്ചു. അങ്ങനെ രണ്ടു ദിവസം രാവിലെ അമ്മമ്മയും കുട്ടിയും ഒരുമിച്ചിരുന്ന മത്സരങ്ങൾ കണ്ടു. 3ാം ദിവസം മുതൽ അമ്മമ്മ തിരക്കിലാണെങ്കിലും ദിയമോൾ വന്ന് വിളിക്കാൻ തുടങ്ങി. അമ്മമ്മേ, വേഗം വരൂ, നമുക്ക് ഒളിമ്പിക്സ് കാണാനുണ്ടെന്ന് മറന്നോ? ഓടുന്ന ഏട്ടന്മാരും ചേച്ചിമാരും ഒക്കെ നമ്മളെ കാത്തു നിൽക്കുന്നുണ്ടാവും. ഓടാതെ കാത്തു നിൽക്കുന്ന ചേട്ടന്മാരെയും ചേച്ചിമാരെയും ഓർത്ത് മറ്റു കാര്യങ്ങളൊക്കെ നിർത്തിവെച്ച് വേഗം തന്നെ അമ്മമ്മ വന്നു. ഓട്ടവും ചാട്ടവും ഏറും നീന്തലും ജിംനാസ്റ്റിക്കും എല്ലാം അവരങ്ങനെ ഒരുമിച്ച് വീർപ്പടക്കി കണ്ടു. വൈകുന്നേരം പതിവ് പോലെ ഒരുമിച്ച് മുറ്റത്തിറങ്ങിയപ്പോൾ അവൾ ഒരു പ്രഖ്യാപനം നടത്തി. അമ്മമ്മേ, ദിയക്കുട്ടി ഒളിമ്പിക്സിൽ മത്സരിക്കാൻ പോവാണ്. വളരെ ഗൗരവത്തിൽ തന്നെയാണ് അവൾ പറയുന്നത്. കുറച്ചുകൂടി വലുതാവണം അതിൽ മത്സരിക്കണമെങ്കിൽ. പിന്നെ നല്ല പ്രാക്ടീസും വേണം. വെറുതെ ഓടിപ്പോയിട്ട് അങ്ങോട്ട് മത്സരിക്കാനൊന്നും നമുക്ക് പറ്റില്ല. അമ്മമ്മ കാര്യം പറഞ്ഞു. ഓ, അതിനെന്താ? ദീ കുട്ടി വേം വലുതാവുന്നുണ്ടല്ലോ. വലുതായിട്ട് മതി ഒളിമ്പിക്സിന് പോണത്. എന്നാലും എന്നും പ്രാക്ടീസ് ചെയ്യണ്ടേ? വേണമല്ലോ. അമ്മമ്മ ഉത്സാഹം കൂട്ടി. എന്നാ ഇന്ന് മുതൽക്ക് നമ്മൾ പ്രാക്ടീസ് തുടങ്ങാൻ പോവാണ്. നമ്മളോ? ദീ കുട്ടി ചെയ്താ പോരെ? പറ്റില്ല. അമ്മമ്മയും ദീക്കുട്ടിയും കൂടിയാ മത്സരിക്കാൻ പോണത്. അമ്മമ്മ മടിച്ചിയാവണ്ടേ എന്നും എന്റെ കൂടെ പ്രാക്ടീസ് ചെയ്യാൻ വന്നോളൂട്ടോ. സമ്മതിക്കാത്ത തരമില്ലല്ലോ. അങ്ങനെ വൈകുന്നേരങ്ങളിൽ അമ്മമ്മയും കുട്ടിയും കൂടി ഒളിമ്പിക്സിനുള്ള തയ്യാറെടുപ്പ് തുടങ്ങി. അമ്മമ്മേ, നമുക്ക് ഓട്ട മത്സരത്തിനും ഉണ്ട എറിയുന്നതിനും ചേരണം. ദിയ ഐറ്റങ്ങൾ തീരുമാനിച്ചു. ഉണ്ട എറിയുന്നതാണ് ഷോട്ട് പുട്ട്. ഒരു പുതിയ പേര് അവൾ മനസ്സിലാക്കിക്കോട്ടെ. ഷോട്ട് പുട്ട്. ദിയ അത് പലതരത്തിലും പല ശബ്ദത്തിലും ആവർത്തിച്ചു. പറഞ്ഞു കൂടുകൂടെ ചിരിക്കാൻ തുടങ്ങി. നല്ല രസമുണ്ട് പറയാൻ. നീണ്ട മുറ്റത്ത് ഒരറ്റത്തു നിന്ന് ഗേറ്റ് വരെയും അവിടെ നിന്ന് തിരിച്ചും ഓടണം. അതാണ് വ്യവസ്ഥ. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ദിയ റെഡിയായി നിന്നു. അമ്മമ്മയും എന്റെ കൂടെ ഓടാൻ വരൂ. നമ്മൾ ഒരുമിച്ച് ഓടാൻ പറ്റില്ല. ഞാൻ സീനിയർ ഗ്രൂപ്പിലാ, ദിയ കുട്ടി ജൂനിയർ ഗ്രൂപ്പിലും. അവളുടെ കൂടെ ഓടാതിരിക്കാൻ അമ്മമ്മ ഒരു കാരണം കണ്ടെത്തി. ഒരു നിമിഷം പുരികം ചുളിച്ച് അവൾ ആലോചനയിലാണ്ടു. എന്നാ ശരി, ഞങ്ങൾ ആദ്യം ഓടാം. ദിയ റെഡിയായി. ഞങ്ങളോ? അമ്മമ്മ നെറ്റി ചുളിച്ചു. അമ്മമ്മേ, എന്റെ ചങ്ങായിമാരൊക്കെ ഓടണുണ്ട്. കണ്ടില്ലേ എല്ലാരും ഈ ലൈനിൽ റെഡിയായി നിക്കണത്? അവൾ തന്റെ ഇരുഭാഗത്തേക്കും ചൂണ്ടി. അതു ശരി. അവളുടെ ഭാവനയിലുള്ള ചങ്ങാതിമാർ എല്ലാരും ലൈനിൽ നിന്നില്ലേ? ശരി. റെഡി, 1 2 3. അമ്മമ്മ ഉറക്കെ പറഞ്ഞു. അയ്യേ, അങ്ങനല്ല അമ്മമ്മേ. ഓൺ യുവർ മാർക്ക്, ഗെറ്റ് സെറ്റ്, ഗോ. അങ്ങനെയാണെന്ന് എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ. അജ്ഞയായ അമ്മമ്മയെ അക്ഷമയോടെ ദിയ തിരുത്തി. അമ്മമ്മ അത്ഭുതപ്പെട്ടു. എന്റെ കുട്ടിക്കാലമല്ല ഇത്. ശരി, എന്നാ അങ്ങനെ പറയാം. ഓൺ യുവർ മാർക്ക്, ഗെറ്റ് സെറ്റ്, ഗോ. സ്റ്റാർട്ടിംഗ് ലൈനിൽ ഒരു മുട്ടുമടക്കി ഇരുന്നിരുന്ന ദിയ ഓരോ വാക്കിനും കൈകുത്തി കുഞ്ഞു നിൽക്കുകയും പിന്നെ നിവരുകയും ഓടുകയും ചെയ്തത് കണ്ടപ്പോഴും അമ്മമ്മയ്ക്ക് അത്ഭുതമായി. ഇതൊക്കെ എവിടെ നിന്ന് പഠിച്ചു? അമ്മമ്മേ, ഞങ്ങൾ ഓടുമ്പോ അപ്പ് 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 എന്ന് പറയണട്ടോ.
ഓട്ട മത്സരം തുടങ്ങുന്നതിന് മുമ്പ് ദിയ ആവശ്യപ്പെട്ടു. ഓടിത്തിരിച്ചെത്തിയ ദിയയെ ഫസ്റ്റായി പ്രഖ്യാപിച്ചതിനു ശേഷം അമ്മമ്മ ചോദിച്ചു, ദിയക്കുട്ടി ഓടുന്നതിന് മുമ്പേ ഇങ്ങനെയാ നിൽക്കേണ്ടത് എന്ന് ആരാ പറഞ്ഞു തന്നത്? അതും അമ്മയാ? അല്ല അമ്മമ്മേ, നമ്മൾ ടിവിയിൽ കണ്ടില്ലേ, ഓടിയ ഏട്ടന്മാരും ചേച്ചിമാരും ഒക്കെ അങ്ങനല്ലേ നിന്നിരുന്നത്. അമ്മമ്മയ്ക്ക് നാണക്കേട് തോന്നി. അവൾ ടിവിയിലെ മത്സരങ്ങൾ കണ്ടത് എത്രമാത്രം ശ്രദ്ധിച്ചാണെന്ന് അപ്പോൾ മനസ്സിലായി. ഓൺ യുവർ മാർക്ക് ഗെറ്റ് സെറ്റ് ഗോ എന്ന് പറയുമ്പോൾ വെടി പൊട്ടിക്കാൻ ഒരു തോക്കും കൂടി വേണ്ടിയിരുന്നു, ഇല്ല അമ്മമ്മേ? ഹോ, അതിന്റെ ഒരു കുറവും കൂടി ഉണ്ടായിരുന്നു ഒരു തോക്കിന്റെ, അമ്മമ്മ ഓർത്തു. ഇനി വലിയരുടെ ഓട്ട, അമ്മമ്മയുടെ ഗ്രൂപ്പിന്റെ, ദിയ ഓർമ്മപ്പെടുത്തി. കുഴപ്പമായല്ലോ, സീനിയർ ഗ്രൂപ്പിന്റെ കാര്യം അമ്മമ്മ വളരെ സൗകര്യപൂർവ്വം മറന്നിരുന്നു. അമ്മമ്മ ഓടണോ? ദിയക്കുട്ടി ഓടിയത് പോരെ? അമ്മമ്മ കെഞ്ചി നോക്കി. പറ്റില്ല, ഈ അമ്മമ്മയ്ക്ക് എന്തൊരു മടിയാ. ഇങ്ങനെ ആയാലും ദിയക്കുട്ടി മാത്രം ഒളിമ്പിക്സിന് പോകണുണ്ടാവുള്ളൂ. പ്രാക്ടീസ് ചെയ്യാൻ ഞാൻ അമ്മമ്മയെ കൊണ്ടാവില്ല, ദിയ വളരെ കണിശമായി പറഞ്ഞു. അങ്ങനെ അതിനൊരു തീരുമാനമായി. ഒളിമ്പിക്സ് പങ്കെടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. നന്നായി വൈകുന്നേരത്തെ സ്ഥിരം നടത്തം ഓടിത്തീരട്ടെ. അമ്മമ്മേ, നമുക്ക് നീന്തൽ പ്രാക്ടീസ് ചെയ്യാൻ ഒരു കുളം വേണ്ടിയിരുന്നു. അതിനിപ്പോ കുറെ കാലം തന്നെ വേണ്ടി വരും. എന്റെ മോളെ, നീന്തൽ നമുക്ക് പിന്നത്തെ ഒളിമ്പിക്സിനാക്കാം. എന്നാൽ അത് അങ്ങനെ ആവട്ടെ. അവൾ സമ്മതം മൂളി. പക്ഷെ എന്തായാലും നീണ്ട 2 വടിയും ഓട്ട മത്സരം തുടങ്ങുമ്പോൾ വെടി പൊട്ടിക്കാൻ തോക്കും വേണമെന്ന് അമ്മച്ചനോട് പറയണം. അമ്മച്ചൻ എന്ന് വെച്ചാൽ അമ്മമ്മ എന്ന് പറഞ്ഞാൽ അമ്മയുടെ അമ്മ, അതുപോലെ തന്നെ അമ്മച്ചൻ എന്ന് വെച്ചാൽ അമ്മയുടെ അച്ഛൻ. ഓരോ ഭാഗങ്ങൾ ഓരോ രീതിയിലാണ് പറയുക. അതിൽ കുറഞ്ഞ പ്രശ്നമേ ഇല്ല എന്ന മട്ടിൽ അവൾ പറഞ്ഞു. നീണ്ട വടി എന്തിനാ? ഓ എന്റെ അമ്മമ്മേ, ഓടി വന്ന് നീണ്ടൊരു വടിയും കുത്തി ചാടണ മത്സരം നമ്മൾ കണ്ടില്ലേ? അത് നീണ്ട വടി വേണ്ടേ? 2 എണ്ണം എന്തിനാ? ഒരു വടി കുത്തിയല്ലേ അവർ ചാടണത്. ഒന്ന് എനിക്കും ഒന്ന് അമ്മമ്മയ്ക്കും. ദിയക്ക് സംശയമേ ഉണ്ടായിരുന്നില്ല. ആ അമ്മമ്മ ശരിക്കും ഞെട്ടിപ്പോയി. 2 ആളും കൂടി ബോൾ വാൾട്ട് പരിശീലിക്കുന്നത് മനസ്സിൽ കണ്ട് അമ്മമ്മ അങ്ങനെ തരിച്ചു നിന്നു. അപ്പോൾ ഈ കഥ എഴുതിയിരിക്കുന്നത് ആരാണ്? കഥാകൃത്തിന്റെ പേര് എം ഗീതാഞ്ജലിയാണ് കേട്ടോ. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു കഥ? ദിയമോളെയും അമ്മമ്മയും എല്ലാവർക്കും ഇഷ്ടമായോ? അപ്പൊ നമ്മുടെ സ്റ്റോറി ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്, കഥ ഇവിടെ തീർന്നിരിക്കുകയാണ്. ഈ പാഠഭാഗത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങളൊന്നുമില്ല അല്ലെ? ആ കുഞ്ഞിന്റെ ചിന്താഗതികളും അതിനൊത്ത് ആര് നിൽക്കുന്നുണ്ട്? അമ്മമ്മ നിൽക്കുന്നുണ്ട് അല്ലെ? ഇതിനൊരു തടസ്സം പറയാതെ അമ്മമ്മയും കൂടെ നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് കഥയുടെ ഒരു ഉള്ളടക്കം എന്ന് പറയുന്നത് അല്ലെ? അടുത്തത് നമുക്ക് എന്ത് ചെയ്യാം? പാഠത്തിലെ ചോദ്യോത്തരങ്ങളിലേക്ക് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, കഥയിലെ അമ്മമ്മയെ നിങ്ങൾക്ക് ഇഷ്ടമായോ? തീർച്ചയായിട്ടും ഇഷ്ടമായി കാണും അല്ലേ? എന്തുകൊണ്ട് ഇഷ്ടമായി? കാരണം ദിയക്കുട്ടിയോടൊപ്പം എല്ലാ കാര്യത്തിനും ഒരു കൂട്ടായി അമ്മമ്മ നിൽക്കുന്നുണ്ട്. ദിയക്കുട്ടിയോടൊപ്പം ഒളിമ്പിക്സ് മത്സരിക്കാനും അമ്മമ്മ തയ്യാറാവുന്നു. ദിയക്കുട്ടിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നു. അടുത്ത ചോദ്യം, സ്നേഹം ലഭിക്കുക എന്നത് കുട്ടികളുടെ അവകാശമാണ്. പാഠപുസ്തകത്തിന്റെ അവസാന പേജിൽ കൊടുത്തിട്ടുള്ള കുട്ടികളുടെ അവകാശങ്ങൾ ശ്രദ്ധയോടെ വായിക്കൂ. ഈ കഥയിലെ വീട്ടിൽ കുട്ടിയുടെ എന്തെല്ലാം അവകാശങ്ങളാണ് അംഗീകരിക്കപ്പെടുന്നത്? അപ്പൊ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിന്റെ അവസാനത്തെ പേജിൽ, എല്ലാ ടെക്സ്റ്റ് ബുക്കിന്റെ അവസാനത്തെ പേജിലും ഉണ്ടാവും കുറച്ച് അവകാശങ്ങൾ, അല്ലെങ്കിൽ കുറച്ച് റൈറ്റ് ആണ് നിങ്ങളുടെ അവകാശങ്ങളാണ് കേട്ടോ. അപ്പൊ അതിലെ ഏതൊക്കെ അവകാശങ്ങളാണ് നമ്മുടെ കഥയിലെ കുട്ടിയുമായി ബന്ധപ്പെട്ട് വരുന്നത് എന്നാണ് ചോദ്യം. അപ്പൊ അതാണ് നമ്മൾ ടിക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഈ കാര്യങ്ങളൊക്കെ ഇതൊക്കെ നിങ്ങളുടെ അവകാശങ്ങളാണ്. ഇതൊക്കെ ഇതിൽ ഏതൊക്കെ അവകാശങ്ങളാണ് നമ്മുടെ ദിയക്കുട്ടിക്ക് കിട്ടുന്നത്? സംസാരത്തിനും ആശയപ്രകടനത്തിനുമുള്ള സ്വാതന്ത്ര്യം, ജാതി മത വർണ്ണ ചിന്തകൾക്ക് അതീതമായി ബഹുമാനിക്കപ്പെടാനും അംഗീകരിക്കപ്പെടാനുമുള്ള അവകാശം, പങ്കാളിത്തത്തിനുള്ള അവകാശം, സ്വന്തം സംസ്കാരം അറിയുന്നതിനും അതിനനുസരിച്ച് ജീവിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യം, കളിക്കാനും പഠിക്കാനുമുള്ള അവകാശം അല്ലേ? അപ്പൊ ഇതൊക്കെ നമ്മുടെ ദിയക്കുട്ടിയുടെ കഥയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ കുറച്ച് കാര്യങ്ങള്. അടുത്ത ചോദ്യം, മുതിർന്നവർ കുട്ടികളോട് എങ്ങനെ പെരുമാറണം എന്നാണ് ഈ കഥ സൂചിപ്പിക്കുന്നത്? കഥയിലെ അമ്മമ്മയെ പോലെ അവരെ പ്രചോദനം നൽകി മുന്നോട്ട് കൊണ്ടുവരാൻ മുതിർന്നവർ ശ്രമിക്കണം. കുട്ടികളുടെ നല്ല ആഗ്രഹങ്ങളുടെ കൂടെ നിൽക്കാനും മുതിർന്നവർക്ക് കഴിയണം. കുട്ടികൾക്ക് സംസാരിക്കാനും ഇവിടെ കായില്ല കേട്ടോ, ആശയപ്രകടനം എന്നാണ്. ഈ കാ വെട്ടിക്കൊള്ളൂ കേട്ടോ, എഴുതുന്ന സമയത്ത് ഈ ആവശ്യമില്ല, ആശയ പ്രകടനം എന്നാണ്. ഓക്കെ, ആശയപ്രകടനം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നൽകണം. പഠിക്കാനും കളിക്കാനുമുള്ള സ്വാതന്ത്ര്യവും സ്നേഹവും സംരക്ഷണവും അവർക്ക് മുതിർന്നവർ നൽകണം. തീർച്ചയായിട്ടും അല്ലേ? ചില ആൾക്കാർ ചെയ്യും, കുട്ടികൾ എത്ര വളർന്നാലും അല്ലെങ്കിൽ കുട്ടികൾ ചിലപ്പോൾ അവരുടെ ഒരു അഭിപ്രായം പറയുന്ന സമയത്ത് പറയും, നീ കുട്ടിയാണ്, നീ അഭിപ്രായം പറയണ്ടെന്ന് പറയുന്നത് ഇപ്പോഴും ചില ആൾക്കാരുണ്ട് അല്ലേ? പക്ഷെ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. കുട്ടികൾ പറയുന്നതിലും ചിലപ്പോൾ വലിയ എന്താണ് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും. സോ തീർച്ചയായിട്ടും അതിനും എന്ത് ചെയ്യണം? റെസ്പെക്ട് ചെയ്യണം, വാല്യൂ കൊടുക്കണം അല്ലേ?
അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ക്ലാസ്. കംപ്ലീറ്റ് ആയിരിക്കണം. വളരെ ചെറിയൊരു വലിയ കഥയാണ്, പക്ഷെ ചോദ്യോത്തരങ്ങളൊക്കെ വളരെ കുറച്ചേ ഉള്ളൂ അല്ലേ. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു കഥ? അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്